പരമ്പരാഗത രീതിയിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തൊഴിഞ്ഞെത്തുന്ന 4 പള്ളിയോടങ്ങളടങ്ങുന്ന ഒരു ബാച്ചിനെ ഫൈനൽ ലാപ്പിലേക്ക് തെരഞ്ഞെടുക്കും. ഫൈനലിൽ കുറഞ്ഞ സമയത്തിൽ ആദ്യം തൊഴിഞ്ഞെത്തുന്ന പള്ളിയോടത്തെ വിജയികളായി തെരഞ്ഞെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷമാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. അന്നുമുതൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇത്തവണയും ഇതേ രീതി പിന്തുടരാനുള്ള തീരുമാനം വന്നതോടെയാണ് കരക്കാരും പള്ളിയോട സേവാ സമിതിയും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഫൈനലിൽ മാത്രം മത്സരം നടത്തുന്നത് ശരിയല്ലെന്നാണ് ഇവർ പറയുന്നത്. വള്ളംകളിയുടെ പ്രസിദ്ധി പ്രാധാന്യം കുറയുന്നു എന്നുള്ളതാണ്. കാരണം കാലത്തിനൊപ്പിച്ച് ചില മാറ്റങ്ങൾ അനിവാര്യമായ സ്ഥിതിക്കാണല്ലോ ഈ മത്സര വള്ളംകളിയൊക്കെ തന്നെ ആറന്മുളയിലും 1970-71 കാലഘട്ടം തുടങ്ങി ആരംഭിക്കാനുള്ള കാരണം. അന്നേരം അതിൻ്റെ മത്സര സ്വഭാവം ആകുന്നതോടുകൂടി പിന്നീട് ജനങ്ങൾക്ക് അതിനുള്ള താല്പര്യം കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെയേറെയാണ്. പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് വള്ളംകളികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത ആറന്മുള വള്ളംകളിക്കുണ്ട്. അതേസമയം പരമ്പരാഗത രീതി അവലംബിക്കുന്നത് പൈതൃകത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനാണെന്നാണ് നടത്തിപ്പുകാരുടെ വാദം. മത്സര വള്ളംകളി ഒഴിവാക്കിയതിനെ തുടർന്ന് വിദേശത്ത് നിന്ന് വള്ളംകളി കാണാൻ എത്താനിരുന്നവർ പോലും ടിക്കറ്റുകൾ റദ്ദാക്കിയെന്നും ഇവർ പറയുന്നുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.